Good afternoon, everyone. Good afternoon, ma'am. Good afternoon. Good afternoon. Yeah, good afternoon. Okay, let's start today's class with prayer, count of three, and signing. Prayer ഞാൻ ചെയ്യാം. Everything I am, everything I am, everything I'll be, everything I'll be. I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Everything I have, everything I have, all you given me. All you given me, I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you, is a gift to you. Thank you. Okay, then. സൈൻ ഇൻ ഞാനാണ് മാം. ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്യാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഫ്രണ്ട്സ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമ്മൾ ഒരു നാട്ടിലെ രാജാവ് അവിടെയുള്ള പ്രജകൾക്കൊക്കെ ഒരു കോമ്പറ്റീഷൻ വെച്ചു. എനിക്ക് മലയാളം വേർഡ്സ് അറിയില്ല, ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. കോമ്പറ്റീഷൻ വെച്ചു. അതിൽ 2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, ജയിച്ചവർക്ക് ആ രാജ്യത്തിന്റെ പകുതി കൊടുക്കും, തോറ്റവരുടെ കൈ വെട്ടും എന്നായിരുന്നു ആ കണ്ടീഷൻ. അപ്പോ അവിടെയുള്ള പ്രജകളൊക്കെ എല്ലാം ഒഴിഞ്ഞു മാറി. എന്താ വെച്ചാൽ തോറ്റുപോയാൽ നമ്മുടെ കൈ പോവും എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ആരും ആ കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചാൽ ആ രാജ കൊട്ടാരത്തിലെ വാതില് തള്ളി തുറക്കണം. വലിയ വാതില്, മെയിൻ ഡോർ, അതൊന്ന് തള്ളി തുറക്കണം എന്നായിരുന്നു കോമ്പറ്റീഷൻ. ഇത് ജയിച്ചാൽ രാജ്യത്തിന്റെ പകുതി കിട്ടും, പക്ഷെ തോറ്റാൽ അവരുടെ കൈ പോകുമെന്ന് പേടിച്ചിട്ട് ആരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. അപ്പൊ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, നീ തോറ്റുപോയാൽ അത്ര വലിയ വാതിൽ തള്ളി തുറക്കാൻ പറ്റില്ല, അങ്ങനെ തള്ളി തുറന്നില്ലെങ്കിൽ നിന്റെ കൈ പോവും എന്ന് പറഞ്ഞിട്ട് അവനെ എല്ലാവരും നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞ് ബാക്കിലേക്ക് ആക്കി. പക്ഷെ അവൻ പറഞ്ഞു, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ നമുക്കത് ജയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ജയിച്ചാൽ ഞാൻ ഈ രാജ്യത്തിന് പകുതിന്റെ രാജാവാവും, തോറ്റാൽ എന്റെ കയ്യല്ലേ പോവുള്ളൂ, എന്റെ ജീവനൊന്നും പോവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ മാത്രം അതിൽ പോയി ശ്രമിച്ചു. അവൻ ശ്രമിച്ച ആ സമയം ആ വാതിൽ അവൻ തള്ളിയതും തുറന്നു. എന്താ വെച്ചാൽ ആ വാതിലിന്റെ ബാക്ക് ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ ശ്രമിച്ചപ്പോ തുറന്നു. പക്ഷെ അപ്പൊ ഇതിന്റെ മോറൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് നമ്മൾ ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലും ജയിക്കില്ല. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കിയാലേ അറിയില്ല അത് ഈസി ആണോ ഹെവി ആണോ എന്നുള്ളത്. പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് അവന് കിട്ടിയത് ഒരു രാജ്യത്തിന്റെ പകുതിയാണ്. ഇതാണ് മാം ഇന്നത്തെ സ്റ്റോറി. മാം, ഞാനാണ് സരിത. The future depends on what we do in the present. മഹാത്മാഗാന്ധി. വർത്തമാനകാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മളെ ഭാവി. താങ്ക് യു. Okay, Sarita. So let's move on to our topic. So what we discussed on our previous class? What topic or which topic? Can you? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഒരു ദിവസത്തെ കാര്യം. എന്തോ? എന്താണ് പറയൂ. പ്രസന്റ് ടെൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെ മിസ് ഞങ്ങളെ കൊണ്ട് തന്നെ ഒരു ദിവസത്തെ സിമ്പിൾ പ്രസന്റ് വെച്ച് ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വായിക്കാൻ പറഞ്ഞു. പക്ഷെ കുറച്ചുപേര് വായിച്ചു, ബാക്കിയുള്ളവരുടെ ഈ ക്ലാസ്സിൽ വായിപ്പിക്കാന്ന് പറഞ്ഞു. വായിച്ചോളൂ. റെഡിയാണോ? Just wait a second.
ഓക്കെ, ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ നമുക്ക് എഴുതിയത് എന്താണോ ഡെയിലി റൊട്ടീൻ അല്ലെ? എന്താണ് എഴുതിയത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ അടുത്ത പോർഷനിലേക്ക് പോകണം? പറയാം. അമ്പിളി ഓക്കെയാണ് പറയാം. ഓക്കെ അമ്പിളി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യും അമ്പിളി. അയ്യോ ഞാൻ വെറുതെ ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കാൻ, ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. എഴുതിയിട്ടില്ല, പറയാം. ഓക്കെ പറയുക. Good afternoon. I am Ambili. Every day I wake at 6 a.m. And I will go to walk for 20 minutes. Then I will do my daily routine. I will eat breakfast at 8:30 a.m. Then I will do my work and maintains home. For lunch I make the rice and vegetables, meat or fish. After that, at the evening time, I drink a cup of tea. Then at night, eat chapati and vegetable curry. And my sleeping time is 11 p.m. Thank you, madam. ഓക്കെ അമ്പിളി, ടെൻസ് എടുത്ത ടൈമിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല മാഡം, ഞാന് കുറച്ച് കണ്ടുള്ളൂ, പിന്നെ എനിക്ക് കുറച്ച് ബിസി ആയി. അത് ഡെയിലി റൊട്ടീൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നി. ശരിയാക്കാം. ചെയ്തിട്ടില്ല. ഓക്കെ മിസ്റ്റേക്സ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? മിസ്സേ ഞാൻ പറയാം. ഓക്കെ. Good afternoon to all. Good afternoon, ma'am. I will wake up at 6 o'clock. Then I will refresh myself and I will prepare my coffee and breakfast for the family. I will set around 8:30 a.m. I will send my kids to the school. Later, clean my house and prepare the food in the evening. I will spend some time with my kids. Around 10 p.m., I will go to sleep. Yeah. Okay, Rishma. Then who's next? Anyone? ഇനി ആരെങ്കിലും? ഓക്കെ, നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോവാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ? പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ല? Clear. Yes. So we moving on to next action as a present continuous. Okay, present continuous എന്ന് പറയുമ്പോൾ നമ്മൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആരും നോട്ട്ബുക്ക് എടുത്ത് എഴുതണ്ട, ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ഓക്കെ, അതായത് ഇപ്പൊ കറന്റ് എന്താ ചെയ്യുന്നേ? ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ? അപ്പൊ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് എന്ത്? പ്രസന്റ് continuous tense. Okay, for action happening now, around now, temporary action, future action. അതായത് ടെമ്പററി ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? ഞാനിപ്പോ പഠിപ്പിക്കുന്നത് ടെമ്പററി അല്ലേ? ഒരു 1:30 ആവുമ്പോൾ ക്ലാസ് കഴിയും, അപ്പൊ ടെമ്പററി ആണ്. സോ അതായത് ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയാനും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ടെമ്പററി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കുക കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് മലയാളം എഴുതാം. ചെയ്യുകയാണ് എന്ന് എഴുതാം. ചെയ്യുകയാണ്. ചെയ്യുകയാണ്. ഓക്കെ,
എന്നിട്ട് സ്ട്രക്ചർ എഴുതാട്ടോ. സബ്ജക്ട് പ്ലസ് is and are. Present auxiliaries ആണ് ട്ടോ. is and are. അപ്പൊ subject plus present auxiliaries plus അതായത് present auxiliaries ആയ is and are. is and are plus verb ing. Subject plus is and are plus verb ing. ഇതാണ് present continuous tense സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഐയുടെ കൂടെ ഏത് ഓക്സിലറി യൂസ് ചെയ്യും? ഐയുടെ കൂടെ ആൻഡ് he she itന്റെ കൂടെ നമ്മൾ is യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് you we theyയുടെ കൂടെ നമ്മൾ are യൂസ് ചെയ്യുന്നു. ഐയുടെ കൂടെ am used with I, is used with he she it, and are used with you we they. Okay, clear? Yeah. അപ്പോ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരു മലയാളം പറയാം, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ മലയാളം സെന്റൻസിൽ വെർബ് ഏതാണോ അതിന്റെ കൂടെയാണ് ing വരേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തേ. എല്ലാവരും നെക്സ്റ്റ് ടൈം എനിക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. Text your answer to me. Okay. I'm teaching English. Yeah, I'm teaching English. Teach, പഠിപ്പിക്കുക. Teaching, പഠിപ്പിക്കുകയാണ് അല്ലെ? ടീച്ചിന്റെ കൂടെ ing ഫോം വരണം, വേർബിന്റെ കൂടെയാണ് ing ഫോം വരേണ്ടത്. So I'm teaching English is the correct answer. And the second sentence is ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ, എല്ലാവരും ചെയ്യാം. ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഓക്കെ, ദെൻ അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. ശ്രദ്ധിച്ച് ഓക്സിലറീസ് വേണം. സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറീസ് വേണ്ടേ? ശ്രദ്ധിച്ച് എഴുതാട്ടോ. He is playing cricket in the ground or on the ground. We can use these two prepositions. Is playing in the ground. Okay, correct. അപ്പോ മനസ്സിലായല്ലോ? he ഷീറ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് is ആണ്, you യുടെ കൂടെ യൂസ് ചെയ്യേണ്ടത് are, and I യുടെ കൂടെ am. Okay, clear? So എല്ലാവരും ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഒരു ഇപ്പൊ വേണ്ടല്ലോ പറയാം. ഇനിയിപ്പോ അടുത്തൊരു സെന്റൻസ് പറയാം. ഞാൻ നാളെ
ദുബായിലേക്ക് പോവുകയാണ്. ഞാൻ നാളെ ദുബായിലേക്ക് പോവാണ്. ഞാൻ നാളെ ദുബായിലേക്ക് പോവാണ്. ഞാൻ നാളെ ദുബായിലേക്ക് പോവാണ്. എല്ലാവരും ആൻസർ സെൻഡ് ചെയ്യും. I'm going to Dubai tomorrow പറയാം. അവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമില്ല കേട്ടോ. ടുമോറോക്ക് മുൻപ് പ്രപ്പോസിഷൻ വേണ്ട. ഓക്കെ, ടുമോറോ ഐ എം ഗോയിങ് ടു ദുബായ്. അപ്പോ ഇത് നാളത്തെ കാര്യമാണ്, ഫ്യൂച്ചറിലെ കാര്യമല്ലേ. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനും നമ്മള് ചില സമയങ്ങളിൽ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രസന്റ് ടെൻസിലെ കാര്യം മാത്രമല്ല, ഫ്യൂച്ചർ ടെൻസിലെ കാര്യം പറയാൻ കൂടെ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഞാൻ നാളെ അവന്റെ വീട്ടിൽ പോവാണ്. ഓക്കെ, ഞാൻ നാളെ ദുബായിക്ക് പോവാണ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ടെൻസ് വെച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? എന്താണ് റെസ്പോൺസ് ചെയ്യാതെ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോ പ്രസന്റ് ടെൻസ് എന്തൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയൊക്കെയാണ്? ഇപ്പോ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ പറയാനും ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനും ടെമ്പററി ആക്ഷൻസ് പറയാനൊക്കെ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രക്ചേഴ്സ് ക്ലിയർ ആയല്ലോ. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? നെക്സ്റ്റ് ടെൻസിലേക്ക് പോട്ടെ ഞാൻ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സ്ലോ ആണല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? പെട്ടെന്ന് പോവാണെന്ന് വിചാരിക്കണ്ട. ഞാൻ എക്സസൈസ് തരുന്നുണ്ട്. എക്സസൈസ് തരുമ്പോഴേ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് അടുത്ത ടെൻസിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ടെൻസ് ചെയ്താ പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അടുത്ത ഏതാ? പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചെയ്യുകയാണെന്ന് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാൻ പറഞ്ഞു അല്ലെ, മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു. എങ്ങനെയാണ്? അവൻ കളിക്കുകയാണ്, അവൻ പോകുകയാണ്, അവൻ ഉറങ്ങുകയാണ്, അവൻ വരയ്ക്കുകയാണ്, അവൻ പഠിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാ അല്ലെ. കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണല്ലേ പറയാ. അവള് പഠിപ്പിക്കുകയാണ്, അവള് പഠിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ചെയ്യുകയാണ് എന്ന് ബ്രാക്കറ്റിൽ എഴുതാൻ പറഞ്ഞു. ആ ഒരു മീനിങ് ആണ് വരാം. ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ചെയ്തിട്ടുണ്ട് എന്നാണ് വരാം. ചെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം. അതായത് പ്രസന്റ് ടെൻസിൽ നടന്ന ഒരു സംഭവം ആ ടെൻസിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണല്ലോ, പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുന്നത് എന്തായാലും ഒരു നമ്മൾ അവസാനിപ്പിക്കുമല്ലോ അല്ലെ, കഴിയും, കംപ്ലീറ്റ് ആകുന്നു. ആ ഒരു വേർബ്, ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു എന്താണ് ആ ഒരു പ്രവൃത്തി അല്ലെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ അത് പ്രസന്റ് ടെൻസിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയുക. I have completed my work. ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ് വരും. അപ്പൊ അതിൽ സ്ട്രക്ചർ ചെയ്തുകൊള്ളൂ. സബ്ജക്ട് പ്ലസ് or have plus V3. Subject plus has or have plus V3.
സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാ മിക്ക ക്ലാസ്സിലും ചോദിക്കാറുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് ഇടക്കിടക്ക് ചോദിക്കുന്നത്. വെർബ് ഫോംസ് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നോ? V1, V2, V3 ഫോംസ്, വെർബിന്റെ ഫോംസ് തന്നു. അതുകൊണ്ട് V3 എന്താണെന്ന് മനസ്സിലായാലും ഇപ്പോ. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്സിന്റെ കൂടെയാണ് ഹാസ് വരാ. ഐ, യു, വിയുടെ കൂടെ നമ്മുടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഐ, യു, വിയുടെ കൂടെ ഹാവ്, ഹി, ഷീറ്റിന്റെ കൂടെ ഹാസ്. ഹാവിന് ശേഷം വരേണ്ട വെർബ് എപ്പോഴും V3 ആയിരിക്കണം. അതിൽ മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത് കേട്ടോ. ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയാ? ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആണ്. അപ്പൊ ഐയുടെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്. ഹാവിന് ശേഷം വരേണ്ട V3 ഫോം ആയതുകൊണ്ട് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് ആണ് വരാ. എന്ത് കംപ്ലീറ്റ് ചെയ്തു? വർക്ക് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ ഐ ഹാവ് കംപ്ലീറ്റഡ് വർക്ക് ഇൻ മൈ വർക്ക് എന്ന് പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയും. ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ് വരാം. ഇത് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഇനി അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്ത് പറയാം? അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാ? He has completed his work. Yeah, he has completed his work. He has completed his work. ഇനി അവരാണെങ്കിലോ അവർ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. They have completed their work. Yeah, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിലറീസ് ആഡ് ചെയ്യേണ്ടത്. ഹാസ് ആണ് ഹാവ് ആണ് നോക്കേണ്ടത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതും ഹാസും ഹാവിന് ശേഷം വരേണ്ടത് എപ്പോഴും V3 ഫോം ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഈ ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഇത്ര പെട്ടെന്നൊക്കെ നിങ്ങൾ ടെൻസ് പഠിക്കുന്നുണ്ടോ അല്ലെ? പെട്ടെന്ന് കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ടെൻസിലേക്ക് പോവാം. പോയാലോ? എന്തൊന്നും പറയാട്ടെ, പോവാം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഈ ടെൻസ് കഴിയാണെങ്കിൽ പ്രസന്റ് ആണ് കംപ്ലീറ്റ് ആകും. എന്നിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ടെൻസ് എഴുതിക്കോളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മീനിങ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ് വരാം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ എഴുതാ. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. ഇവിടെ ഒരു ബീൻ ഉണ്ടാകും. ബീൻ ഉള്ള കാരണം അവിടെ ing ഫോം ആണ് വരാം. കാരണം ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയണ്ടേ അല്ലെ? കണ്ടിന്യൂസ് പോലെ തന്നെയാണ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ing ഫോം ഉണ്ടാകും. കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ ഇവിടെ എന്താണ് ing ഫോം ഉണ്ടാവും കേട്ടോ. അപ്പോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. ഇവിടെ സെയിം തന്നെയാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാം. കൂടെ ഒരു ബീൻ വരുന്നു മാത്രം, ഒരു ing ഫോം വരുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ മീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത്
ഞാൻ രാവിലെ മുതല് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, രാവിലെ മുതൽ ഞാൻ ചെയ്യായിരുന്നു, ഞാൻ 3 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ല നമ്മള്. അതായത് 3 മണിക്ക് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതായത് രാവിലെ തുടങ്ങിയ കുക്കിംഗ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തികളെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? അപ്പൊ ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാ പറയാ? ഞാൻ എന്താണ്? ഐ ആണ്. ഐയുടെ കൂടെ ഏത് ഓപ്ഷൻ വരും? ഏത് മൊഡാൽബോ വരാ? വരും. ഐ have been cooking. പിന്നെന്താ? രാവിലെ മുതൽ പ്രപ്പോസിഷൻ പഠിച്ചതാണ് നമ്മള്. അപ്പൊ ഇത് ആയിരിക്കും വരാ. മുതൽ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഏതാണ്? From. Since. സിൻസ്. അപ്പൊ എങ്ങനെ വരും? സെന്റൻസ് എങ്ങനെ വരും എന്ന് പറഞ്ഞു കേട്ടെ. I have been cooking since morning. Yeah, correct. I have been cooking since morning. ഇനി ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പറയാം, അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? പറ, എങ്ങനെ പറയാ? അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാകുമ്പോ എന്താ വരാ? He has. പറയൂ. ഹി ആയതുകൊണ്ട് ഹാസ് യൂസ് ചെയ്തു. Has been. ഹാസ് ബീൻ വന്നു. പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡിങ് വന്നു. 3 മണിക്കൂറായിട്ട്. For 3 hours. Yeah, for 3 hours. He has been learning or studying for 3 hours. Okay? Clear ആയോ? ഇത്രയേ ഉള്ളൂ ടെൻസ്. ഇതാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാം കിട്ടിയില്ലേ? സിമ്പിൾ പ്രസന്റ് എന്താണ്? ചെയ്യുന്നു എന്നൊരു മീനിങ്. പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 രീതിയിൽ നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? സോ ഇനി ചെയ്യേണ്ടത് ഈ നാല് ആക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഓരോ ആക്ഷനിൽ 2 എക്സാമ്പിൾ വീതം ഒരു 10 എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യാം. നോട്ട്ബുക്കിൽ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. എല്ലാവരും ചെയ്യണം കേട്ടോ. 10 എണ്ണം ചെയ്യൂ. തെറ്റ് വന്നാലും കുഴപ്പമില്ല. 10 എണ്ണം ചെയ്തിരിക്കുക. അയച്ചതിന് ശേഷം മാത്രമേ ഞാൻ കറക്റ്റ് ചെയ്യൂ. 1 മണിയായില്ലേ? സമയമുണ്ട്. 1:30 കറക്റ്റ് ചെയ്യാം. 4 ആക്ഷൻ പഠിച്ചു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 ആക്ഷൻ പഠിച്ചു. 4 ആക്ഷന്റെയും നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 4 ആക്ഷനിലും ഓരോ ആക്ഷനിലും 2 എക്സാമ്പിൾ വീതം എഴുതാം. അപ്പൊ എത്ര എക്സാമ്പിൾ ആയി? 8 എക്സാമ്പിൾ ആയി. ഓക്കെ, 8 10 എഴുതിക്കോളൂ. 8 വരും. 8 എക്സാമ്പിൾ നിങ്ങൾ ആദ്യം നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. 8 എണ്ണം എല്ലാവരും ചെയ്യണം. ഞാൻ കറക്റ്റ് ചെയ്യും. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കറക്റ്റ് ചെയ്തോളാം. എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നുകൂടെ ക്ലാസ് എടുത്ത് തരാം, ക്ലിയർ ചെയ്ത്. ഓക്കെ, ക്ലിയർ? 1:15 ഒരു 15 മിനിറ്റ് 15 മിനിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. യെസ്. ശ്രുതി
സരിത, അമ്പിളി, മൃദുല, അഞ്ജു, നജി, ഫാത്തിമ, രേഷ്മ, ദീപ്തി, മുസിന, പ്രമിത, പ്രഭിത, സാബിറ. ഓക്കെയാണോ സ്നേഹമോൾ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യോ? ഓക്കെ, സോ 1:15 കാണാം. ഓക്കെ, എല്ലാവരും ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്യട്ടോ.
പ്രവിത നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസും സിംഗിൾ പ്രസന്റ് കൂടെ വേണം കേട്ടോ. ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊന്നും ഉണ്ടായിട്ടില്ല, പനിയായിട്ട് കുറേ ക്ലാസ്സിൽ കയറാത്തത്. അപ്പോ ഇന്നാ ഞാൻ ക്ലാസ്സിൽ കയറുന്നത്. നോട്ടൊന്നും എഴുതിയെടുത്തില്ല. നോട്ട് എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ പ്രവിത ചോദിക്കോട്ടോ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അവര് പറഞ്ഞു തരും. ഓക്കെ പറ്റി ഞാനും പറഞ്ഞുതരാവേ. അപ്പൊ ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. Okay, clear? Sneha,
Simple present, I read. She reads. Complete here, which is not complete here. Okay. Then present continuous, I am playing cricket. They are playing cricket. Okay. And the present perfect, I have studied English. He has studied English. And I have been studying English since morning. They have been singing together. Yeah, correct answer, Neha. And with tea, I drink. Okay, I get up early in the morning. Yeah, I'm reading a novel. They are watching the TV program. I have finished the work. She has driven the car. Having studied, he has been exercising daily. Okay, correct. And Mridula, she gives a chocolate to me. Yeah, I'll play the cricket. Okay. My daughter is watching TV. I'm typing the examples of tenses. Yeah, correct. And I have finished my breakfast. We have danced just now. My daughter has been watching TV since morning. Okay, since morning. Since the morning, Venda. Since morning. Or article Venda. I have been thinking about my died cat every day. Yeah. Okay. And then Najib Fatima, he goes for workout every morning. He goes for workout every morning. We go for marriage today. I have go to Shivandra. Najib Fatima, virtual okay. And simple Saida, she writes a story. He plays game. I'm singing a song. They are dancing. I have cooking. She has making flower. Present perfect. I have been writing record for 2 hours. It has been reading a novel since morning. Yeah. Okay, Sarida, clear Anna. And she works. Anju, she works in London. I play cricket every day. Here she has danced at the party. He has sent an email. She's cooking. He's driving in the car. I have been studying. We have been cleaning the house. Yeah, correct. And Reshma, he studies every day. He works in the factory. He or she is watching a comedy show. I'm waiting for you. I have finished my work. She has already got the dinner. And I have been waiting for the bus for an hour. Yeah, correct. Shruti, my house faces the east. I usually wake up at 5 in the morning. The children are going to school. I'm leaving for Delhi. I'm leaving to Delhi. Okay, to Delhi tomorrow. And we have finished our work last week. Yeah. She has worked in Germany. I have been eating mango. We have been reading books. Yeah, okay. Clear? Then Moxina, I go to work at 10 a.m. every day. We read our newspaper. We read a newspaper. I'm dancing. They are going. He has pushed doll. We have promised. I'm being. No, mistake. I'm being illa. I have been swimming since afternoon. Okay. Then they have been practiced in marriage. Participators in marriage. Okay. And the Prendika, I'm happy. We are angry and he has already left. I have to eat. I have to eat. I have to means the expression on the I'm telling you that. Yeah. Okay. Clear on people doubt and so the maximum group active on. Group active on what's the group? കേൾക്കുന്നുണ്ടോ ക്ലാസ്സിലുണ്ടോ എല്ലാവരും പറയൂ ക്ലാസ്സിലുണ്ടോ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ഓക്കെ സോ ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ എല്ലാവരും ക്ലിയർ ആണ് മിക്കവർക്കും ക്ലിയർ ആണ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എക്സാംസ് എല്ലാം കറക്റ്റ് ആണ് സോ ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്ന് ചോദിക്കാം കേട്ടോ ഓക്കെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം
ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇത്രയും ടെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഫുള്ള് പറയാൻ പറ്റില്ലേ? അല്ലെ? പ്രസന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും ടെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു വർക്ക് ആണ്, ഒരു ഹോംവർക്ക് പോലെ എന്താണ് എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് അധികം കാര്യങ്ങൾ എഴുതാം. ഒരു ദിവസം നടക്കുന്നതോ പ്രസന്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതെല്ലാം ഈ ടെൻസ്, ഈ 4 ആക്ഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടുവരാം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ചെയ്യണം, എന്തായാലും ചെയ്യണം കേട്ടോ. ഇങ്ങനെ എഴുതിയൊക്കെയാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് ടെൻസ് എല്ലാം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സോ ഇനിയെല്ലാം നമ്മളത് പ്രാക്ടിക്കലി യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എഴുതുക. ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ടെൻസ് എല്ലാം ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഈ ടെൻസ് ഇപ്പൊ പഠിപ്പിച്ച ഈ 4 ടെൻസും നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഈ 4 ടെൻസും പ്രസന്റ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ ഹോംവർക്കും പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓരോ ടെൻസും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഇതിനെല്ലാത്തിനും വേണ്ടി റെഡി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം എല്ലാവരും. എല്ലാവരും സംസാരിക്കില്ലേ? എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ ക്ലാസ്? എന്ത് പറ്റി? റെഡിയായി വരും. ഒരു സംസാരിക്കൂ, റെസ്പോണ്ട് ചെയ്യൂ. പിന്നെന്താണ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട്? ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ? ഉണ്ട് മാം, പറ്റുന്നുണ്ട്. ഓക്കെ. ഓക്കെ ആണ്. എപ്പോഴാണ് കുറച്ച് ഇംഗ്ലീഷ് ആയിരുന്നു ഒന്ന് കണക്റ്റഡ് ആയത് അല്ലെ? ഇത്രയും സിമ്പിൾ ആയിരുന്നു ഇംഗ്ലീഷ് എന്ന് തോന്നി നിങ്ങൾക്ക്? ഇത്രയും സിമ്പിൾ ആയിരുന്നു ടെൻസ് അല്ലെ? ടെൻസ് ആണ് ഏറ്റവും ടഫസ്റ്റ് പോർഷൻ ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറിലാണ് ഏറ്റവും ടഫാണ് എന്നാണ് നമ്മൾ 1 to മുതൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ നമുക്കത് മനസ്സിലായി സിമ്പിൾ ആണ്. നമ്മൾ ആ രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സബ്ജക്റ്റും എന്താണ് സിമ്പിൾ ആണ് എന്ന് മനസ്സിലായതില്ലേ? അതുകൊണ്ട് ടെൻസ് നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ, ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻസ് അറിഞ്ഞിരിക്കണം. ടെൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വിതൗട്ട് എനി മിസ്റ്റേക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാനും പറ്റും, സംസാരിക്കാനും പറ്റും. അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ടെൻസ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. എന്തൊക്കെയാണ് ഹോംവർക്ക് ഉണ്ട്, ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതെല്ലാം ഈ 4 ടെൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. അത് മാത്രമല്ല ഓരോ ടെൻസും ഓരോ ആക്ഷൻസിനെയും നിങ്ങൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസന്റ് ചെയ്യുകയും വേണം. ഓക്കെ, എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ദെൻ സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാം. പറയട്ടെ. സ്നേഹം പറയൂ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പഠിച്ചത് ടെൻസ് ആണ്. അതില് പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ നോക്കിയത്. ആദ്യം നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത് ഹാബിറ്റ്സ്, റൊട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നത്. അതില് സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 ആണ്. അതില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബും ആണ്. പിന്നെ രണ്ടാമത് ഇന്ന് നമ്മൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ മലയാളം ചെയ്യുകയാണ്. നമ്മൾ കറന്റ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആമ, ആറ് പ്ലസ് വെർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഇതിന്റെ മലയാളം ചെയ്തിട്ടുണ്ട്. ഇതില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ് 3 ആണ്. ഇതില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിൾ ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. എന്നാൽ മിസ് നമ്മളെ കൊണ്ട് എക്സാമ്പിൾ ഒക്കെ എഴുതിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മിസ് ആൻഡ് താങ്ക് യു എവരിവൺ. Okay, so thank you all. See you in the next class. Okay, bye. Thank you, ma'am. Bye.